പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സണായ പ്രമീള ശശിധരൻ കോൺഗ്രസിലേക്ക് പോകാൻ കാരണമാകുന്ന സാഹചര്യമാണിപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നിരവധിയായ കൗൺസിലർമാർ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകാൻ തിടുക്കം കാണിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം വളരെ വ്യക്തമായി അറുത്തുമുറിച്ച് പറഞ്ഞു പാലക്കാട് BJPയുടെ അടിവേരിളക്കും എന്ന്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ BJPയുടെ ഈറ്റില്ലമായ നഗരസഭയിലേക്ക് കയറി 5000 വോട്ടിൻ്റെ ലീഡ് നേടിയെടുക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. കൃഷ്ണകുമാറിനെയും അതുപോലെ തന്നെ അവിടുത്തെ BJPയുടെ ജില്ലാ അധ്യക്ഷനെയും ഒക്കെ വലിയ തോതിൽ വിറളി പിടിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. പ്രശാന്ത് ശിവൻ അടക്കമുള്ളവർ അതുകൊണ്ടാണ് തേരാപ്പാര വെടികൊണ്ട പന്നികളെ പോലെ ഓടി നടക്കുന്നത് എന്ന് കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ നോക്കുക, ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടം BJPയിലെ പല നേതാക്കളെയും കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വിജയിക്കുന്നു എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെല്ലാം അസഭ്യവർഷം ചൊരിഞ്ഞു. ഈ പറയുന്ന കൃഷ്ണദാസും സംഘവും അദ്ദേഹത്തിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, നാട് മുട്ടുക്കം, ഫ്ലക്സ് ബോർഡും പോസ്റ്ററുകളും എഴുതി ഒട്ടിച്ചു, ഇദ്ദേഹത്തെ ഈ നിയോജക മണ്ഡലത്തിൽ ബഹിഷ്കരിക്കണം, ഇല്ലെങ്കിൽ ആപത്താണ്, എന്തെല്ലാം തട്ടിവിട്ടു. എന്നിട്ട് ഒടുവിൽ എന്താണ് സംഭവിച്ചത്? BJPയുടെ ഉള്ള നേതാക്കളെ മുഴുവൻ കൃത്യമായി ചാക്കിട്ട് പിടിക്കാൻ മാങ്കൂട്ടത്തിന് കുറേയൊക്കെ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് BJPയുടെ പാലക്കാടുള്ള 2ാം സ്ഥാനം എന്നേക്കുമായി നഷ്ടപ്പെടുന്നതിൻ്റെ വക്കിലേക്കാണ് കാര്യങ്ങൾ. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടുള്ള 2ാം സ്ഥാനം BJP കേവലം 1000 വോട്ടിന് മാത്രമാണ് നിലനിർത്തിയത്. 3ാം സ്ഥാനത്ത് വന്ന സരിനും BJP നേതാവും തമ്മിൽ വെറും 1000 വോട്ടുകളുടെ വ്യത്യാസമേ ഉള്ളൂ 2ഉം 3ഉം സ്ഥാനക്കാർ. സാധാരണഗതിയിൽ 3ാം സ്ഥാനത്ത് പോകുന്ന CPIM-ഉം BJPയും തമ്മിൽ നല്ല വോട്ടിൻ്റെ അന്തരമുണ്ട്. ഇതിനു മുമ്പ് ഷാഫി പറമ്പിലും ശ്രീധരനും മത്സരിച്ചപ്പോൾ ഷാഫി പറമ്പിൽ 54,000 വോട്ടും ശ്രീധരന് ഏകദേശം 51,000-ത്തിനടുത്ത് വോട്ട് ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തവണ കൃഷ്ണകുമാറിന് 38,000 വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. അതിൽ BJPയുടെ നഗരഹൃദയങ്ങളിലെ വോട്ട് അതിശക്തമായി കുറഞ്ഞിരിക്കുന്നു. നഗരസഭ ഇക്കുറി കോൺഗ്രസ് തിരിച്ചു പിടിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിന് കെൽപ്പുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. പാലക്കാട് വികസന പദ്ധതികൾ നിരവധിയായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്തൂരിലും കണ്ണാടി പഞ്ചായത്തിലും പിരായിരിയിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുന്ന മേധാവിത്വം അതേപടി തന്നെ നിലനിർത്താൻ നഗരസഭയിലും നഗരഹൃദയങ്ങളിലേക്കും രാഹുൽ മാങ്കൂട്ടം ഒരു ജൈത്ര യാത്ര തന്നെയാണ് നടത്തുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ മുതൽ പാലക്കാട് ജനതയോട് നല്ല രീതിയിൽ ഇടപെടാൻ തുടങ്ങിയതാണ്. അദ്ദേഹത്തിന് ഒരു റിനി എന്ന സിനിമാ നടിയോ ഏതെങ്കിലും ഒരു 1-2 മാധ്യമ പ്രവർത്തകയോ ചേർന്ന് അങ്ങ് നശിപ്പിച്ച് കളയാം, അദ്ദേഹത്തിൻ്റെ മുറയിൽ ഇല്ലാതാക്കി കളയാമെന്ന് വിചാരിച്ചാൽ അത് വെറും പാഴ് സ്വപ്നം മാത്രമായിരിക്കുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു.